ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിടെക് സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് വ്യത്യസ്ത സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അവസരം വന്നിരിക്കുകയാണ്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന കോൾ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൾ മൈനുകളിൽ നിന്ന് കോൾ എടുക്കുന്നതും അതിന്റെ വിവിധ ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ കോൾ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഈ ഒരു സ്ഥാപനത്തിലേക്കാണ് റിക്രൂട്ട്മെന്റ് വരുന്നത്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന്റെ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് 12/5/2026 ഇനി ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, ഇതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 11/6/2026 ഇനിയും ഇതിൽ ഏതൊക്കെ സ്ട്രീമുകളിലേക്കാണ് വേക്കൻസി ഉള്ളത് എന്ന് നോക്കാം. അതിൽ സിവില്, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, സിസ്റ്റംസ്, ENT അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നോളജി 5 സ്ട്രീമുകളിലേക്കാണ് വേക്കൻസി വരുന്നത്. ഇനിയും ഇതിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ സിവിലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് 60% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ഇലക്ട്രിക്കൽ സ്ട്രീമിലേക്ക് വരുമ്പോൾ അവിടെയും ബിടെക്കിന് നിങ്ങൾക്ക് 60%, ബിടെക് അല്ലെങ്കിൽ ബിയിൽ 60% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം. മെക്കാനിക്കലും അതേ മാനദണ്ഡം തന്നെയാണ് വരുന്നത്. ഇനി സിസ്റ്റംസ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി BE, ബിടെക്, BSc കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ MCAയുമായി ബന്ധപ്പെട്ടോ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനിയും ENTയിലേക്ക് വരുമ്പോൾ അവിടെ BE, ബിടെക്, BSc ഇവയിൽ ഏതെങ്കിലും ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു 2 സ്ട്രീമിൽ, അതായത് സിസ്റ്റംസിലും ENTയിലും BScക്കാർക്ക് കൂടി അപ്ലൈ ചെയ്യാമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും വേക്കൻസികൾ നമുക്ക് നോക്കാം. സിവിൽ സ്ട്രീമിലേക്ക് വരുമ്പോൾ ടോട്ടൽ 178 വേക്കൻസികളുണ്ട്. ഇലക്ട്രിക്കൽ മേഖലയിലേക്ക് എത്തുമ്പോൾ 221 വേക്കൻസി ഉണ്ട്. മെക്കാനിക്കൽ മേഖലയിലേക്ക് വരുമ്പോൾ 145 വേക്കൻസി ഉണ്ട്. സിസ്റ്റംസ് മേഖലയിലേക്ക് വരുമ്പോൾ 43ഉം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ 38ഉമാണ് നമ്മുടെ ടോട്ടൽ വേക്കൻസികൾ. ഇനി എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ എക്സാമിനേഷനും കോമൺ ആയിട്ടൊരു എക്സാമിനേഷനും അതിനുശേഷം നിങ്ങളുടെ സബ്ജക്ട് പ്രയോറിറ്റി അനുസരിച്ചുള്ള എക്സാമുമാണ്. അതിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടാവില്ല, CBT എക്സാം മാത്രമേ ഉള്ളൂ. ആദ്യം CBT എക്സാം, അതിനുശേഷം നിങ്ങൾക്ക് നേരിട്ട് സെലക്ഷൻ ആണ് ആ CBTയിൽ നിന്ന്. ആ CBTക്ക് മുമ്പ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരും. ആ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടായിരിക്കും എക്സാമിനേഷൻ നടത്തേണ്ടത്. നിങ്ങളുടെ എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. പേപ്പർ 1ഉം പേപ്പർ 2ഉമാണ്. പേപ്പർ 1ൽ പ്രധാനമായിട്ടും ജനറൽ നോളജ്, അതുപോലെ തന്നെ റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ആണ് വരുന്നത്. ഇതെല്ലാവർക്കും ഒരേപോലെ തന്നെ നടക്കുന്ന ഒരു എക്സാം ആയിരിക്കും. അതിനുശേഷം പേപ്പർ 2 ആണ്. പേപ്പർ 2ലേക്ക് വരുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. രണ്ടിലും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ രണ്ടിലും 100 വീതം വെയിറ്റേജോട് കൂടിയാണ് മോക്ക് എക്സാംസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതിന്റെ പ്രായപരിധിയാണ്. നിലവിലെ ജനറൽ കാറ്റഗറിയുടെ പ്രായപരിധി മാക്സിമം ഏജ് ലിമിറ്റ് ഏപ്രിൽ 30 നിങ്ങൾക്ക് 30 വയസ്സ് തികയാൻ പാടില്ല. ഇതാണ് നിങ്ങളുടെ പ്രായപരിധിയായിട്ട് കണക്കാക്കുന്നത്. OBC വിഭാഗങ്ങൾക്ക് 3 വർഷവും SC ST വിഭാഗങ്ങൾക്ക് 5 വർഷം വീതവും ഇളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും, അതായത് ഈ ഒരു സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പോസ്റ്റിന്റെ സാലറി സ്കെയിലാണ്. ഇതിലേക്ക് നിങ്ങൾ റിക്രൂട്ട് ചെയ്യപ്പെടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇനിഷ്യൽ സാലറി ആയിട്ട് 60,000 രൂപ ലഭിക്കുന്നതാണ്. അതിന്റെ ഈ ഒരു പോസ്റ്റിൽ തന്നെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1,80,000 രൂപ വരെ നിങ്ങളുടെ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ട് കിട്ടുന്നതാണ്. പ്രൊമോഷൻ കിട്ടുമ്പോൾ അതിന് ആനുപാതികമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാലറി കിട്ടും. ഇതിന്റെ ബേസിക് പേ ആണ്. ഇത് കൂടാതെ ഇതിന്റെ കൂട്ടത്തിൽ മറ്റ് അലവൻസ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയും ആപ്ലിക്കേഷന് ഫീ ഉണ്ട്. നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് നോൺ റീഫണ്ടബിൾ ആയിട്ട് 1000 രൂപയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ. ഇത് കൂടാതെ 180 രൂപ നിങ്ങൾ എന്ത് ചെയ്യണം, GST ആയിട്ട് കൂടി അടയ്ക്കേണ്ടതുണ്ട്. ഇത് എല്ലാവരും അടയ്ക്കേണ്ടുന്ന ഒരു ഫീ ആണ്. അപ്പോൾ എല്ലാവരും ഈ ഫീസ് അടച്ചേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോമിൽ ബന്ധപ്പെടാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.